ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പെസഹാപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്കയിടത്തും പുഴുങ്ങിയതാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ചുട്ടെടുക്കുന്നതും അതുപോലെ പുഴുങ്ങിയതും ഉണ്ടാക്കുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് വെള്ളമൊക്കെ പോയി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ചെടുത്ത് ചിരണ്ടിയെടുക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഞാനിതുപോലെ തേങ്ങാക്കൊത്തായിട്ട് എടുത്തിരിക്കുകയാണ്. പെസഹായുടെ പാലിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഞാനിപ്പോൾ ഒരു ഉണ്ട ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലിന് വേണ്ട ഏലക്കായും ജീരകവും കുറച്ച് പഞ്ചസാര ഇട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പത്തിനായിട്ട് ഞാൻ ഇത്രയും ഉള്ളി എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അരിയുടെ വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പത്തിന് പൊടിച്ചെടുക്കുമ്പോൾ തരി ഉണ്ടാവണം കേട്ടോ. ഇനി പാലിന് വേണ്ട അരിപ്പൊടി അതിനകത്തുനിന്ന് തന്നെ നൈസായിട്ട് അരിച്ച് നമുക്കെടുക്കാം. കുറച്ച് മതി. അപ്പത്തിലേക്ക് ഇടാനായിട്ട് ഇത്രയും തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് കുറച്ച് ജീരകം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ജീരകം കഴുകി കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരിപ്പൊടി ഒരു ചരുവത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇളക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ചരുവം വേണം. ഇനി അതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും അരച്ചത് അതുപോലെ തേങ്ങയും ഇട്ട് കൊടുക്കാം. അപ്പത്തിനായിട്ട് ഞാനിപ്പോൾ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നമുക്ക് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. 1 കിലോ അരിക്ക് ഒരു 250 ഗ്രാം ഉഴുന്ന് മതിയാകും. ഒരുപാട് ഉഴുന്നൊന്നും ഇട്ട് കൊടുക്കണ്ട, അപ്പം പെട്ടെന്ന് ചീത്തയായി പോവും. ഞാനിപ്പോൾ തന്നെ എടുക്കാനുള്ള അപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നൊരു ഗോൾഡൻ കളറായി കിട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അതൊന്ന് ചൂടാറി കിട്ടണം. ചൂടാറി കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ഉഴുന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത്യാവശ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം. അത് കൂടാതെ നമുക്ക് ഈ വെളിച്ചെണ്ണ വീണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമ്മൾ ആ ചെരുവത്തിൽ എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ വറുത്ത് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അരിപ്പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഉഴുന്നൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. പച്ചപ്പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കൂടും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. ലേശം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഒതുങ്ങി പോയത് കണ്ടോ. ഇതുപോലെ പതിയെ കുഴച്ചെടുക്കുക. ഇപ്പോൾ അതാ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ലേശം വെള്ളം, ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഉരുളിയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഉള്ളിയും തേങ്ങയും വറുത്തെടുത്ത ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഉരുളി മൊത്തമായിട്ട് ഒന്ന് പരത്തി കൊടുക്കണേ. കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മുടെ അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ കൊണ്ട് പരത്തി കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ കയ്യിലാകാതെ സൂക്ഷിക്കണേ. കൈ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കയ്യിലെടുത്തിട്ട്
അതുകൊണ്ട് പരത്തിയാലും മതി. റൗണ്ട് ഷേപ്പിൽ ഏകദേശം കിട്ടും. ഇപ്പോൾ ഇതാ ഏകദേശം റൗണ്ട് ഷേപ്പിൽ അതുപോലെ എല്ലായിടവും ഒരേ കനത്തിൽ തന്നെ ഇരിക്കുകയും വേണം. തീ ഒരുപാട് കൂട്ടിയിടൊന്നും ചെയ്യണ്ട. ഒരു ഹൈ ഫ്ലെയിമിൽ താഴെ നിന്നാൽ മതി. ഞാനിപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ആ അപ്പത്തിൻ്റെ മുകളിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുത്ത വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഇനി നമുക്കൊരു കുരിശിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ മുകളിൽ തീയൊന്നും വെച്ച് ചുട്ടെടുക്കുന്നില്ല. ഇതുപോലെ ചെയ്താലും മതി. നമുക്ക് ആ ചുട്ടെടുത്ത അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമുക്ക് കുറച്ച് പുഴുങ്ങിയ അപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം എടുത്തു വെച്ച ആ മാവ് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം അതിനകത്തേക്ക്. പതിയെ ഒന്ന് ലൂസാക്കി കിട്ടണം. ഇതാ ഇപ്പോൾ നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ച് നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എല്ലായിടവും ഒരേ കനത്തിലിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു കുരിശിട്ട് കൊടുക്കാം. ഉരുളിയിൽ വെച്ച അപ്പം ഒന്നും ആയിട്ടില്ല, പതിയെ ചൂടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് സൂക്ഷിച്ച് മറിച്ചിട്ട് എടുക്കാം. ഇനി മറ്റേ സൈഡും കൂടി വെന്ത് വരട്ടെ. പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ടുള്ളതിൽ ആവിയൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇതാ ചുട്ടെടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. പാലുണ്ടാക്കാനായിട്ട് ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അരിപ്പൊടി നമ്മൾ പാലുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ 2/2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കട്ടയില്ലാതെ ആക്കിയെടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുത്ത് കട്ടയില്ലാതെ ആക്കിയെടുക്കാം. ഉള്ളി വറുത്ത വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത കയ്യിലായിരുന്നത്, അതുകൊണ്ടാണ് അതിനകത്തൊരു കരട് പോലെ കാണുന്നത്. കട്ടയെല്ലാം നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം ബാക്കി 2/2 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതുപോലെ നല്ല പോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒരുപാടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. നല്ല പോലെ ഇളക്കി കൊടുത്ത് ചൂടാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരുപാടൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. അപ്പം ചുട്ടെടുക്കുമ്പോൾ മുകളിൽ തീയൊക്കെ വെച്ച് ചുട്ടെടുക്കണമെന്ന് വിചാരിച്ച് ആരും ചെയ്യാതിരിക്കണ്ട. ഇതുപോലെ ചെയ്താൽ മതി. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.